മാഡം ഇപ്പൊ ഒരു പേഷ്യന്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്താ ചേച്ചി പറഞ്ഞേ? അതെ, പേഷ്യന്റിനെ ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ക്ലീൻ ചെയ്താൽ പുളിപ്പ് വരുന്നൊക്കെ ഒരു ചോദിച്ചു. അപ്പൊ ഞാൻ എന്റെ ഒരു അറിവിൽ ഞാൻ പറഞ്ഞു കൊടുത്തു. പിന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ അഴുക്ക് നിന്ന ഭാഗത്തൊക്കെ പിന്നെ ചൂടുവെള്ളവും തണുപ്പും ഒക്കെ തട്ടുമ്പോൾ ചെറിയൊരു പുളിപ്പ് വരും. അത് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് അത് മാറും ഞാൻ പറഞ്ഞു. ശരിക്കും ക്ലീൻ ചെയ്ത് പുളിപ്പ് വരുമോ? ഞാൻ ശരിക്കും പുളിപ്പ് വരും. അത് ടെമ്പററി ഇഫക്റ്റ് മാത്രം. നമ്മൾ ക്ലീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പല്ലിൽ അടിഞ്ഞു കൂടിയിട്ടുള്ള കാൽക്കുലസ് സ്റ്റാർട്ടർ എന്നൊക്കെ പറയും. അതെടുത്ത് കളിയാ ചെയ്യുന്നത്. അത് പല്ലിന്റെ സർഫസിലും ഉണ്ടാവും, അതുപോലെ തന്നെ മോണയുടെ അകത്തും ഉണ്ടാവും. നമ്മളത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതെല്ലാം എടുത്ത് കളയുമ്പോൾ പല്ല് ഇതുവരെ ആ ടാർട്ടാറും കാൽക്കുലസും കവേർഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ എന്താന്ന് വെച്ചാൽ പല്ല് ശരിക്കുള്ള പല്ലിന്റെ ഇനാമലും ഡെന്റീനും അതുപോലെ തന്നെ റൂട്ട് സർഫസും ഡയറക്റ്റ് ആയിട്ട് ഓറൽ ക്യാവിറ്റി ആയിട്ട് കോണ്ടാക്ട് വരിക ചെയ്യുന്നത്. അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ പല്ലിന്റെ റൂട്ട് സർഫസിലുള്ള ലെയർ ആണ് ഈ സിമെന്റ് എന്ന് പറയുന്നത്. ഈ സിമെന്റും അതുപോലെ തന്നെ ഡെന്റിൻ, ഈ ലെയേഴ്സ് എല്ലാം സെൻസിറ്റിവിറ്റിക്ക് ഭയങ്കരമായിട്ട് പ്രോൺ ആയിട്ടുള്ളതാണ്. അപ്പൊ ഈ ഡെന്റിനും സിമെന്റത്തിനും സെൻസിറ്റീവ്, അതായത് പുളിപ്പിന് നല്ലോണം ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം ചൂടുള്ളത്, തണുപ്പുള്ളത്, അതുപോലെ സ്വീറ്റ് ആയിട്ടുള്ള ഫുഡ് എല്ലാം കഴിക്കുന്ന സമയത്ത് ഈ ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ പല്ല് ഇപ്പം സിമെന്റും അതുപോലെ ഡെന്റിൻ ലെയറൊക്കെ തട്ടുന്നത്. അപ്പൊ നമുക്കൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു പുളിപ്പ് തോന്നും. അതൊരു ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു 2-3 ഡേയ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡീസെൻസിറ്റൈസിങ് ഏജൻസ് ഉണ്ട്, അതുപോലെ ജെൽസ് ഉണ്ട്, മൗത്ത് വാഷസ് ഉണ്ട്. അതെല്ലാം യൂസ് ചെയ്താൽ മതി. ഇതൊരു താൽക്കാലികമായിട്ടുള്ള എഫക്റ്റ് ആണ്, അല്ലാതെ സ്ഥിരമായിട്ട് പല്ലിന് പുളിപ്പ് വരാൻ അങ്ങനത്തെ ഒരു കേസസ് ഒന്നും ഉണ്ടാവില്ല. ഇത് എല്ലാ പേഷ്യന്റിനും ഒരേപോലെയാണോ ഉണ്ടാവുക? പുളിപ്പ് എല്ലാവർക്കും ഒരേപോലെയാണ്? അത് എല്ലാവർക്കും ഒരുപോലെയല്ല വരുന്നത്. ഒരുപാട് ഫാക്ടേഴ്സ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഏജ് ഒരു ഫാക്ടറാണ്. ഇപ്പം ഏജ് ആയിട്ടുള്ള പേഷ്യൻസിനാകുമ്പോൾ പല്ല് തേയ്മാനം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ളവർക്ക് പുളിപ്പ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്, ഉറക്കത്തിൽ നമ്മൾ ശക്തിയിൽ പല്ല് കടിക്കുക, ചവയ്ക്കുക, അങ്ങനത്തെ ശീലങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. അങ്ങനത്തെവർക്കും ഇനാമെല്ലാം പോയിട്ട് ഡെന്റിൻ സർഫസ് ആയിരിക്കും പുറത്ത് കാണുന്നത്. അവർക്കും പുളിപ്പ് കൂടുതലായിരിക്കും. അതുപോലെ ഒരുപാട് നാളായിട്ട് ക്ലീൻ ചെയ്യാത്തത്, അതുപോലെ ഓറൽ സർഫസ്, നമ്മൾ വായ നന്നായിട്ട് ക്ലീൻ അല്ലാതെ ഹൈജീനിക് അല്ലാതെ കൊണ്ടിറക്കുന്ന ആൾക്കാർക്ക്, ഒരുപാട് സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, അങ്ങനത്തെ കേസസ് ഒക്കെ വരുമ്പോൾ സെൻസിറ്റിവിറ്റി കൂടാനുള്ള ചാൻസ് ഉണ്ട്. മാഡം ഒരു കാര്യം കൂടെ, പിന്നെ പേഷ്യന്റ് വന്നിട്ട് പറയണ്ടേ എന്താ ക്ലീൻ ചെയ്താൽ പല്ലിന് ആട്ടം വരുന്നുണ്ട്, ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ഒരു കുഴപ്പമില്ലാത്ത പല്ലിനും ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആട്ടം വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെന്താ പറയാ? ഇത് നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രത്യേകിച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനത്തെ ഒരു കംപ്ലൈന്റ് പറയാറ്. നേരത്തെ പല്ല് സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നെ, ക്ലീൻ ചെയ്തതിന് ശേഷം പല്ല് നന്നായിട്ട് ഇളകാൻ തുടങ്ങി എന്നൊക്കെ. അപ്പൊ അതിന് കാരണം എന്താന്ന് വെച്ചാൽ, നമുക്ക് പ്രായമാവുന്ന സമയത്ത്, അതുപോലെ ഡയബറ്റീസ് കണ്ടീഷൻസ് ഒക്കെ ഉള്ള സമയത്ത് എന്ന് വെച്ചാൽ മോണയ്ക്ക് രോഗമുണ്ട്, മോണരോഗങ്ങൾ ഉണ്ടായിരിക്കും. അതായത് മൊബിലിറ്റി വരാൻ കാരണം എന്ന് വെച്ചാൽ ബോൺ സപ്പോർട്ട് കുറയുന്നതാണ്. അപ്പൊ അങ്ങനത്തെ കേസസിലൊക്കെ എന്താണെന്ന് വെച്ചാൽ പല്ലിന്റെ മുകളിൽ ഈ കാൽക്കുലസ് എല്ലാം അടിഞ്ഞിരിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ എല്ലിന്റെ ലെവൽ താണിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പൊ ഈ കാൽക്കുലസിന്റെ ബലം കൂടി കൊണ്ടായിരിക്കും പല്ല് അവിടെ സ്ട്രോങ് ആയിട്ട് ഇരുന്നിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ കാൽക്കുലസ് എടുത്ത് കളയും. അപ്പൊ അതിന്റെ സ്ട്രെങ്ത് ഇത്തിരി കുറയുന്ന പോലെ തോന്നും. കാരണം വെച്ചാൽ കാൽക്കുലസ് പോയി കഴിയുമ്പോൾ ആ കാൽക്കുലസിന്റെ പിടുത്തം പോകും. അപ്പൊ പല്ലിന്റെ ആട്ടം ഇത്തിരി ഉള്ള പോലെ തോന്നും. പക്ഷെ അതും ഒരു ടെമ്പററി ഇഫക്റ്റ് മാത്രമാണ്. തിരിച്ച് മോണ റീഗ്രോ ചെയ്ത് പല്ല് മുട്ടുന്ന സമയത്ത് ആ ആട്ടം ഇത്തിരി കുറയും. അത് ഒരിക്കലും നമ്മൾ ക്ലീനിങ് കാരണമല്ല പല്ലിൽ ആട്ടം വന്നത്. ശരിക്കും നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് അതിന്റെ അണ്ടർലൈൻ കോസ് ആയിട്ടുള്ള ബോൺ ലോസ് ആണ്. അപ്പൊ ക്ലീൻ ചെയ്താൽ നല്ലതാ? ശരിക്കും ക്ലീൻ ചെയ്താൽ നമ്മുടെ പല്ലിന് വളരെ നല്ലതാണ്. നമ്മൾ നോർമലി പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ഒരാൾക്ക് ഒരു 6 months കൂടുമ്പോൾ ക്ലീൻ ചെയ്യണം എന്നുള്ളതാണ്. അല്ലാതെ മോണരോഗമുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ 3 months കൂടുമ്പോഴെങ്കിലും ക്ലീൻ ചെയ്യണം. ഈ ക്ലീനിങ് വഴി നമ്മുടെ മോനും അതുപോലെ പല്ലും ഹെൽത്തി ആയിട്ടിരിക്കും. അപ്പോൾ ഷുഗർ പേഷ്യന്റിനെ ക്ലീൻ ചെയ്യണ ഏറ്റവും നല്ലതാണ്. അതെ, ശരി മാഡം. ഞാനിത് ചോദിച്ചത് എന്താ വെച്ചാല്, എനിക്കും ഇതിനെ കുറിച്ച് ഒരു അറിവ് വേണം, പിന്നെ പേഷ്യന്റിനോട് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് അറിയണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ എൻ്റെ വീഡിയോ യൂട്യൂബ് ചാനലിൽ, പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലെങ്കിൽ അവരും കൂടെ ഒന്ന് കണ്ടോട്ടെ വിചാരിച്ചിട്ടാണ്. അതിനെന്താ, നമുക്ക് ഇതുപോലത്തെ സെഷൻസ് ഇനി വീണ്ടും ചെയ്യാം. താങ്ക് യു മാഡം.